മാവേലിക്കര സബ് ജയിലിൽ സ്തോത്രവും കൈകൊട്ടിപ്പാട്ടുമായി എൻ.എം. രാജുവും കുടുംബവും. എയർ കണ്ടീഷൻഡ് മുറികളിലും AC കാറുകളിലും മാത്രം ജീവിച്ചിരുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ.എം. രാജുവും ഭാര്യ ഗ്രേസും മക്കളായ അലൻ ജോർജ്, ആൻസൺ ജോർജ് എന്നിവർ ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ജയിലിലെ വെളുത്ത ചോറും സാമ്പാറും കഴിച്ച് ഏമ്പക്കം വിട്ട് സുഖമായി കിടന്ന് ഉറങ്ങി. ജീവിതത്തിൽ ഇന്നലെ വരെ ആജ്ഞാപിച്ചു മാത്രം ശീലമുള്ള രാജുവിൻ്റെ ഭാര്യ ഗ്രേസി ആദ്യമായി മാവേലിക്കര ജയിലിൽ ചപ്പാത്തി വാങ്ങുവാൻ പോക്കറ്റടിക്ക് പിടിച്ച മുത്തുവമ്മാളിൻ്റെ പുറകിൽ മര്യാദയോടെ ക്യൂ നിന്നു. പോലീസ് ഇവരുടെ വീഡിയോ ആരുമെടുക്കാതെ അകത്ത് സെറ്റിയിൽ കൊണ്ടിരുത്തി വളരെയേറെ സംരക്ഷിച്ചു. എങ്കിലും മാധ്യമപ്രവർത്തകർ വളരെ പണിപ്പെട്ട് ഇവരുടെ ദൃശ്യങ്ങൾ എടുത്തു. തിരുവല്ലയെ വിറപ്പിച്ച രാജു ചായൻ ഇതൊന്നും എന്നെ ഏശില്ല എന്ന രീതിയിൽ അഭിനയിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും ജാളിത ആ മുഖത്തുണ്ടായിരുന്നു. രാജുവും ആൺമക്കളും ജയിലിൽ ചപ്പാത്തി വയർ നിറച്ച് കഴിച്ച് കിടക്കുന്നതിന് മുമ്പ് കൈകൊട്ടിപ്പാട്ടും പ്രാർത്ഥനയും ഒക്കെ നടത്തി എന്നാണ് വിവരം. കാശുള്ളവരായതുകൊണ്ട് ജയിലിൽ VIP പരിഗണനയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുമാണ് വിവരം. നിക്ഷേപകരിൽ നിന്ന് ഉയർന്ന പലിശ നൽകാമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും അടക്കം 2000 കോടിയിലധികം രൂപയാണ് ഇവർ തട്ടിച്ചെടുത്തിരിക്കുന്നത്. പലിശ മുടങ്ങുകയും കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തൊക്കെ കിട്ടാതാകുകയും ചെയ്തതോടെയാണ് ആളുകൾ പണത്തിനായി എൻ.എം. രാജുവിനെ സമീപിച്ചത്. രാജു ആദ്യം മാന്യമായി ഒഴിവൊഴിവുകൾ പറഞ്ഞെങ്കിലും പിന്നീട് നിക്ഷേപകരോട് എൻ്റെ കയ്യിൽ കാശില്ല, കിട്ടുമ്പോൾ തരാം, നീയൊക്കെ മേടിക്കാമെങ്കിൽ മേടിച്ചോ, കേസിന് പോയാൽ ഒറ്റ എണ്ണത്തിന് ഞാൻ കാശ് തരില്ല എന്നായി സ്റ്റൈൽ. പെന്തക്കോസ് വിഭാഗത്തിലെ IPC-കാരുടെയും പാസ്റ്റർമാരുടെയും രാഷ്ട്രീയക്കാരുടെയുമാണ് വലിയ തുകകൾ പോയത്. പണം ചോദിക്കുവാൻ വീട്ടിൽ എത്തിയവരെ ചീത്ത വിളിച്ചപ്പോൾ പലരും വീട്ടിൽ കയറി അപ്പനെയും മക്കളെയും പൊതിരത്തല്ലി. പലരുടെയും പേരിൽ കേസുമായി. പോലീസ് കഴിഞ്ഞ ദിവസം വരെ രാജുവിന് സംരക്ഷണം കൊടുക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ പണം നഷ്ടപ്പെട്ടവർ ITV ന്യൂസിൽ വിളിച്ച് അവരുടെ അവസ്ഥ തുറന്നു പറയുകയും പണം നഷ്ടപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇവർ സംഘം ചേർന്ന് നടത്തിയ നിയമ നടപടികൾക്കൊടുവിലാണ് എൻ.എം. രാജുവിനെയും കുടുംബത്തെയും ബഡ്സ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രതികളെ ജയിലിലാക്കി. പ്രതികൾ ഇന്നലെ തിരുവല്ല സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇവർക്കായി മന്ത്രിമാർ ഉൾപ്പെടെ വിളിക്കുന്നുണ്ടായിരുന്നു. സംരക്ഷണത്തിന് ഗുണ്ടാപ്പടയും സ്റ്റേഷൻ വെളിയിൽ തയ്യാറായിരുന്നു. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ 10ഉം പുളിക്കീഴ് 3ഉം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളിലും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പുതിയ 4 കേസുകൾ കൂടി ഇവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിലാകുന്നതിന് മുമ്പ് രാജു കൊച്ചി നഗരഹൃദയത്തിൽ വാങ്ങിക്കൂട്ടിയിരുന്ന ബഹുനില കെട്ടിടങ്ങൾ സഹോദരൻ ജെയിംസിന്റെ പേരിലേക്ക് മാറ്റുകയും ഒറ്റ രാത്രി കൊണ്ട് നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന ബോർഡ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. പൊട്ടിത്തകർന്നു നിന്ന സഹോദരൻ ജെയിംസിന്റെ പേരിൽ രാജു പിടിക്കപ്പെടും എന്നായപ്പോൾ സ്വത്തുക്കൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആൺമക്കളുടെ അമ്മായിയപ്പന്മാരുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും സ്വത്തുക്കൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ വിവിധ ജില്ലകളിലും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും രാജു സ്വന്തം പേരിലും ബിനാമി പേരുകളിലും വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടവർ ഇദ്ദേഹത്തിൻ്റെയും കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ ഇദ്ദേഹം പേരുമാറ്റി ബിനാമി പേരുകളിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുവകളും കണ്ടെത്തി അത് അറ്റാച്ച് ചെയ്താൽ പണം പോയ എല്ലാവരുടെയും പണം തിരികെ കിട്ടാനുള്ള അത്രയും മൂല്യം ഈ വസ്തുവകകൾക്കുണ്ട്. ബഡ്സ് ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ അത് സാധ്യമാകും. ഇദ്ദേഹത്തിൻ്റെയും ബിനാമി പേരുകളിലുമുള്ള വസ്തുവകകൾ കണ്ടെത്തി അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തീവട്ടി രാജുവും കുടുംബവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങും, പാപ്പർ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പണം നഷ്ടപ്പെട്ടവർ എല്ലാ ജില്ലകളിലും എത്രയും വേഗം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തുവകകൾ കണ്ടെത്തുക, അറ്റാച്ച് ചെയ്യുവാനുള്ള നടപടികൾ സത്വരമായി സ്വീകരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.